വില ആർക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. എന്താണ് ഈ പ്രാർത്ഥന? എൻ്റെ ഈ ബൈബിളിനോളം കട്ടിയുള്ള പ്രാർത്ഥനാ പുസ്തകം രാവിലെ 6 മണിക്ക് ഇരുന്ന് വൈകുന്നേരം 6 മണി വരെ ചൊല്ലി തീർക്കുന്നതല്ല പ്രാർത്ഥന. അതും പ്രാർത്ഥനയാണ്. പക്ഷെ എൻ്റെ വിശ്വാസത്തിലൊരു പ്രാർത്ഥന എന്നറിയാമോ? ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുള്ളൊരു പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അത് 1 സെക്കൻഡേ എടുക്കുള്ളൂ, ചിലപ്പോൾ അതിന് 5 മിനിറ്റ് എടുക്കുള്ളൂ, ചിലപ്പോൾ അതിന് 20 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 5 മണിക്കൂർ എടുക്കും. എപ്പോഴെന്നറിയോ? ഹൃദയം ദൈവത്തിന് കൊടുക്കുന്നൊരു സമയമുണ്ട്. അതിന് ചില ആളുകൾ 5 മണിക്കൂർ കൊടുക്കും. ഞാൻ 5 മണിക്കൂറൊന്നും കൊടുത്തിട്ടേ ഇല്ല. ഇവിടെ നിൽക്കുന്ന പലരെ അത്രയും പ്രാർത്ഥനയുള്ള ആളല്ല ഞാൻ. കാരണം ഞാൻ ദൈവവചനം പ്രഘോഷിക്കാൻ ഒരുപാട് കാരണമുണ്ട്. നിങ്ങൾ പോലും ചിലപ്പോൾ എന്നെ കളിയാക്കും ഞാൻ ദൈവവചനം പറയുന്നത് കേട്ടാൽ. കാരണം 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിലൊരു ബൈബിൾ പോലും ഇല്ലായിരുന്നു. 10ാം ക്ലാസ് വരെ ഞാൻ വേദപാഠം പഠിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും വലിയ ബൈബിളല്ല, സുവിശേഷവും ലേഖനവും ഉൾപ്പെടുന്ന ചെറിയ ബൈബിൾ നിർബന്ധമാക്കി. അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും വീട്ടിൽ ചെന്ന് പറഞ്ഞു, ബൈബിളില്ലാതെ പള്ളിയിൽ ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ചെല്ലാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ബൈബിൾ മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല. ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരിശേ കടന്ന 10-25 വർഷം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. കുരിശേ കടന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹിച്ച, നല്ലൊരു വാഹനത്തെ കയറാൻ ആഗ്രഹിച്ച, നല്ലൊരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ച, പറ്റാതെ പോയ. അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം, 100,000 പേര് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ എടുത്തെറിഞ്ഞാലും ദൈവത്തിൻ്റെ കരം എങ്ങനെ ഇരിക്കും? നമ്മളെ സ്വീകരിക്കാൻ വെൽക്കം ചെയ്തിരിക്കും. 1000 പേരും തള്ളിക്കളയുമ്പോഴും, ഇത് നിങ്ങൾക്ക് ഒരു മൈക്ക് തന്നാൽ നിങ്ങളും പറയൂ, ഇത് ഏത് 1000 പേര് തള്ളിക്കളഞ്ഞാലും ദൈവം മാത്രം നീയും പൊക്കോ എന്ന് പറയില്ല, സ്വീകരിക്കും. അങ്ങനെ ഒരു അനുഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. 10ാം ക്ലാസ് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, ബൈബിൾ വായിച്ചിട്ടുമില്ല. ബൈബിൾ എന്നാന്ന് എനിക്കറിയാം, പക്ഷെ ഇതിനകത്ത് ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടേ അറിവുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ബൈബിൾ മേടിക്കാൻ ഇപ്പം പൈസ ഇല്ല, എന്തു ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ പോയി ഒരു കൂട്ടുകാരൻ്റെ ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതേ ആകൃതിയിൽ എൻ്റെ അമ്മ വേസ്റ്റ് കടലാസ് എന്ന് പറഞ്ഞ്, ഇനി നിങ്ങൾ ചിരിക്കരുത്, പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ ഈ സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് മാഗസിൻ എന്തൊക്കെയായിരുന്നു, മനോരമ, മംഗളം, അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് അവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ വായിച്ചാൽ കൊണ്ടിരുന്നതാണ്. അത് എടുത്തിട്ട് ബൈബിളിൻ്റെ ഒപ്പം അതേ രീതിയിൽ മുറിച്ചു. എന്നിട്ട് അത്രയും കട്ടിക്ക് 2 ബൈബിൾ ഉണ്ടാക്കിയിട്ട് പുറം പേജ് കൊണ്ട് ഒരു കട്ടിയായ ഒരു കടലാസ് വെച്ച് ബൈബിൾ പോലെ ആക്കി. എന്നിട്ട് ഞായറാഴ്ച ഇത് ബൈബിൾ അച്ഛനെ പറ്റിക്കാൻ കൊണ്ടുപോകുന്നതാണ്. ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ബൈബിളായിട്ട് അതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഞാൻ ബൈബിൾ പറയുന്നത് ശരിയാണോ അല്ലയോ? ഞാൻ ബൈബിൾ പറയാൻ യോഗ്യനല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അത്രയും യോഗ്യതയില്ല എന്ന്. അപ്പോൾ ഇത് കൊണ്ടുപോയി. അപ്പോൾ ഈ സൺഡേ സ്കൂളിൽ വേദപാഠം തുടങ്ങുന്നതിന് മുമ്പ് വികാരി അച്ഛൻ എല്ലാ വേദപാഠ കുട്ടികളും ഇരിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ ഉയർത്തി കാണിക്കണം. എപ്പം അച്ഛൻ നടുക്കൂടെ കടന്നുപോയി ഓരോ ലൈനിലുള്ളവരെ നോക്കും, ബൈബിളാണോ എന്ന്. പല പ്രാവശ്യം നോക്കിയിട്ടും എൻ്റെ ബൈബിൾ ആർക്കും ചെക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല. പക്ഷെ ഒരു പ്രാവശ്യം വികാരി അച്ഛന് സംശയം തോന്നി. ഇത് മേടിച്ച് ദൈവകൃപ കൊണ്ട് തുറന്നു നോക്കിയില്ല. ഇത് നേരെ അൾത്താരയുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പം മംഗളത്തിൻ്റെയും മനോരമയുടെയും കടലാസ് താഴോട്ട്. അച്ഛനിത് അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവാണിത്. ഇത് എല്ലാവരും ചിരിക്കാനും വിമർശിക്കാനും ഇടയായി. എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്കിട്ട് 2 അടിയും കിട്ടി. പിറ്റേ ദിവസം വെളുപ്പിന് വികാരി അച്ഛൻ എൻ്റെ വീട്ടിൽ വരികയാണ്. ബൈബിൾ എന്താണ് കൊടുത്തുവിടാതെ പഴയ കടലാസ് കുത്തിക്കീറി ഒരു ബുക്കായിട്ട് തുന്നിച്ച് വിടാനുള്ള കാരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ സ്ഥലത്തെ വികാരി അച്ഛൻ അറിയുന്നത്. ഇനി എന്നോടൊരാൾ ചോദിച്ചു, അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണെന്ന്. സത്യം പറയട്ടെ, ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് രോഗമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതായിട്ട് സാക്ഷ്യം പറയാനില്ല.
പക്ഷെ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ്, ബൈബിൾ പോലും വായിക്കാത്ത ഞാൻ, 10ാം ക്ലാസ് വരെ ബൈബിൾ തൊടാത്ത ഞാൻ, ബൈബിൾ വചനം പറയുന്ന ഒരാളാക്കി ഫ്ലക്സെ പേരിട്ടിട്ട്, നോട്ടീസെ പേരിട്ട് എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വിളിക്കില്ലായിരുന്നു, വിളിക്കില്ല. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ചു, അച്ഛൻ്റെ കൺവെൻഷൻ നടത്തുന്ന രീതികൾ എങ്ങനെയാണ്? ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൺവെൻഷൻ നടത്തിയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതികളൊന്നുമില്ല അച്ഛൻ, അച്ഛൻ്റെ ഇഷ്ടം പോലെയെന്ന്. കൺവെൻഷൻ തുടങ്ങി 3ാമത്തെ ദിവസം പറഞ്ഞു, ഇത് ആദ്യത്തെ കൺവെൻഷനാണെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഇതോടെ നിർത്താൻ പറഞ്ഞു, അതുകൊണ്ട് ആദ്യം പറയായിരുന്നത്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ്. 2ാമത്തെ അത്ഭുതം എന്നാന്ന് പറയാം. 2ാമത്തെ അത്ഭുതം, എനിക്കൊരു മനുഷ്യനോടൊരു വാക്ക് പറയാൻ അറിയാൻ പാടില്ലായിരുന്നു. കാരണം എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനി. എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല, ആരുടെയും മുമ്പിൽ നിന്നിട്ടില്ല, എല്ലാവരുടെയും പുറകിൽ നിന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരാളായിരുന്നു. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയും. ആരെങ്കിലും വന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കും, ഞാൻ കൊള്ളിയാലാത്തവനാണ്, എനിക്കെന്നാ യോഗ്യതയുള്ളത്. അതുകൊണ്ട് ഏറ്റവും പുറകിൽ പോയി നിൽക്കും. അങ്ങനെ ഞാൻ 10 വർഷം സെമിനാരി പഠിച്ചിട്ട് 10 വർഷവും ധ്യാനം കൂടിയ ആളാണ്. പക്ഷെ എനിക്കൊരു സൗഖ്യവും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഒപ്പമുള്ളവർ എന്നോട് ചോദിക്കും, നീ എന്തിനാണ് അച്ഛനാവുന്നേ? അങ്ങനെ എന്നെ വൈദികനാകുന്നതിന് 5 or 6 മാസമുള്ളപ്പം ഞാനൊരു ആശ്രമത്തിൽ ഒരച്ഛൻ്റെ അടുത്ത്, 3 അച്ഛന്മാരുള്ള സ്ഥലത്ത് പോയി നിന്നു. അതിലൊരച്ഛൻ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്നോട് ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ പറഞ്ഞു, വണ്ടിയെ കയറ്, ബൈക്കേ കയറ്, ഒരു വീട് വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു. വണ്ടി എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമോ, യാത്ര വാഹനമൊക്കെ ഇഷ്ടമുള്ളതാണ്. ഞാൻ ചാടി കയറി. അപ്പോൾ അച്ഛൻ എന്നോട് അവിടം തൊട്ട് ഒരു നിശ്ചിത ദൂരം വരെയും സംസാരിക്കുകയാണ്. എന്തൊക്കെയോ എനിക്ക് പകുതി കേൾക്കത്തില്ല. അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ബൈക്കിലാണ് പോകുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ട്, പലതും തിരിയല. അപ്പോൾ ഈ അച്ഛൻ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടൊരു അച്ഛനാണ്, എന്നെ ഒരു കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയോട് ഇത് പേടിച്ച് കേൾക്കും, മറുപടിയും പറയും. അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പം ഈ അച്ഛനെ ഈ കുടുംബം എല്ലാം ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചു. കാരണം എന്നെ അവരറിയില്ല, ഈ അച്ഛനെ അറിയത്തുള്ളൂ. അപ്പോൾ ആ വീട്ടുകാരെല്ലാം ഭയങ്കര സ്വീകരിച്ചു, ഭക്ഷണം എടുക്കുന്നു, കാപ്പി എല്ലാം റെഡി. അപ്പം ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട് ആ വീട്ടിലുള്ള ഒരാൾ ഈ അച്ഛനോട് ചോദിച്ചു, ഞാൻ ആരാണ്? അപ്പം ഞാൻ ഡീക്കനാണ്, ഇനി വൈദികനാകാനുള്ള ആളാണ്, ഒന്നും സംസാരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഈ അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ. എനിക്ക് സത്യം നിങ്ങളോട് പറയാൻ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കങ്ങനെ അധികം ആൾക്കാരോട് ഇങ്ങനെ ചാടിക്കയറി സംസാരിക്കാൻ അറിയില്ലായിരുന്നു. ഒന്നും അറിയത്തില്ല. ചോദിച്ചാൽ മറുപടി പറയും എന്ന് പറഞ്ഞാൽ ആൾക്കാരോട് സോഷ്യലായിട്ട് ഇടപെടുക, വാ ഇരിക്കുക, അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി ആ വീടിൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വരുന്നവരെ ഈ അച്ഛൻ എന്നെ പറയാത്ത വഴക്കില്ല. എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്, എൻ്റെ അച്ഛൻ്റെ കുറ്റമായിട്ടല്ല പറയുന്നത്, എൻ്റെ ഇതായിട്ട് പറയാണ്, എടാ നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നിനക്ക് മര്യാദയ്ക്കൊരാളോട് സംസാരിക്കാൻ പോലും അറിയത്തില്ലല്ലോടാന്ന് ചോദിച്ചു. നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നീ എന്തിനാടാ ഒരു അച്ഛനാവുന്നത്? അച്ഛനായാൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് മിണ്ടണ്ടേ? ഇത് കേട്ടപ്പോൾ ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ കുരിശേൽ ആണി അടിച്ചതുപോലെ വേദന എനിക്ക് തോന്നുകയാണ്. ഓ ഇത് ശരിയാണ്, ഭയങ്കര ഈ വണ്ടിയെ കയറണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ എവിടെ കിടന്ന് ഒരാളോട് സംസാരിക്കാൻ പോലും 10 വർഷം സെമിനാരി പഠിച്ചിട്ട് ശരിക്കും അറിയില്ലാത്ത ഞാൻ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വലിയ വലിയ ആളുകളോട് വരെ സംസാരിക്കാൻ ഇന്ന് ആ അച്ഛന് കഴിഞ്ഞതിനേക്കാൾ 1000 മടങ്ങ് ആളുകളോട് വചനം സംസാരിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും എന്നെ ദൈവം ഒരുക്കി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ 2ാമത്തെ അത്ഭുതമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് ഞാൻ പറഞ്ഞത് പറയാൻ വേണ്ടി ഒന്നും മറന്നതല്ല. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഇതൊന്നും ഞാൻ ഒരു കൊട്ടപ്പിടി പ്രാർത്ഥിച്ചിട്ട് നേടിയെടുത്തതല്ല. എല്ലാ ദൈവത്തിൻ്റെ ഒരു കരുണയാണ്, ഒരു വലിയ കരുണ. അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞില്ലേ, ഒരു ചൂണ്ടയിട്, അവിടുന്ന് ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വാ തുറന്നു നോക്കാം, അതിനകത്തൊരു നാണയവിരിപ്പുണ്ടാവും. ഈ ദൈവത്തിൻ്റെ കണ്ണ് നോക്കിക്കുക ഈശോയുടെ. ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ മീനിൻ്റെ വായിക്കകത്ത് പൈസ ഇരിപ്പുണ്ടെന്ന്? ഈ മീനിൻ്റെ അകത്തിരുന്ന ഈ നാണയം പോലെയാ ഞാനും നിങ്ങളും. എവിടെയൊക്കെയോ കടന്നവർ,
പൊക്കിയെടുത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഉയർത്തിക്കൊണ്ടുവരുന്നത്, 4 പേരെ അത് കാണിക്കുന്നത്, പ്രയോജനപ്പെടുത്തുന്നത്, ഉപകാരത്തെ കൊള്ളിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഏകദേശം ഇതുപോലുള്ളൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾക്കറിയാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ദൈവവചനം പരിചയപ്പെടുത്തുകയാണ്. ഒരാളുടെ പേരാ എഴുതിയിരിക്കുന്നത്. ആരാണെന്നറിയോ? ബർത്തേമിയൂസ്. ഇനി ഒന്ന് ശ്രദ്ധിക്കാമോ? ആരാണ് ഈ വ്യക്തി? പഞ്ചായത്ത് പ്രസിഡൻ്റാണോ? പഞ്ചായത്ത് മെമ്പറാണോ? MBA കാരനാണോ? ഈ മനുഷ്യൻ ഈ ഹെഡിങ് ആയിട്ട് ഈ വേദപുസ്തകത്തിനകത്ത് ഈ മനുഷ്യൻ്റെ പേരെഴുതി വെക്കാൻ ഇയാൾക്ക് എന്നാ യോഗ്യതയുള്ളേ? ഇയാളുടെ യോഗ്യത തർമ്മക്കാരനാണ്. തർമ്മക്കാരൻ, ഭിക്ഷക്കാരൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചേ, ഒരു പിള്ളേർ വായിക്കുന്ന കഥപുസ്തകത്തിനകത്ത് വരെ ഭിക്ഷക്കാരൻ്റെ പേര് ചെറുതായിട്ട് എഴുതുള്ളൂ, ചെറുതായിട്ട്. ഇവിടെ ഭിക്ഷക്കാരൻ്റെ പേര് ബൈബിളിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതി വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പണക്കാരൻ്റെ പേര് ഏതാന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. ഈ ദേശത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പൈസക്കാരൻ ആരാന്ന് ചോദിച്ചാൽ. പക്ഷെ 2020 വർഷം മുമ്പ് ഭിക്ഷയെടുത്ത ഭിക്ഷക്കാരൻ്റെ പേര് നമുക്കറിയാം. ഇയാളുടെ പേര് ഇത്ര ഉയർത്താനുള്ള ഒറ്റ കാരണമുള്ളൂ. എന്താണ് ഒറ്റ കാരണം? ഇയാളുടെ പ്രാർത്ഥനാ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നടക്കുമ്പോഴും ഓടുമ്പോഴെല്ലാം 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ്. പിന്നെ ഒരു മുറിക്കകത്ത് കയറി ദൈവത്തോടൊപ്പം 10 മിനിറ്റ് ചെലവഴിക്കുന്നതും പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും? ഓർക്ക പറഞ്ഞ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എല്ലാവരും ഇത് മനസ്സിലാക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കില്ലേ? ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പ്രാർത്ഥനയിൽ പരിഹരിച്ചെടുക്കാൻ പറ്റും. ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവനും നേതാവിനോടും പറഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ആ റബ്ബർ വെട്ടുകാരനായ പ്രാർത്ഥനക്കാരനെ വിളിച്ചിട്ട്, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ? ഞാൻ പ്രാർത്ഥിക്കാച്ചാന്ന് പറഞ്ഞിട്ട് അയാളുടെ വീട്ടിൽ പോയി, അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയി 1/2 മണിക്കൂർ കൈ വിരിച്ചു പിടിച്ചാൽ എൻ്റെ പ്രശ്നം മാറി കിട്ടുന്നു. MBA കാരൻ നോക്കിയിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ് നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം റബ്ബർ വെട്ടുകാരൻ അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച് പരിഹരിച്ചു തരും. ഈ ലോകത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധത്തിൻ്റെ പേരാണ് പ്രാർത്ഥനാ ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് 10 ദിവസം പ്രാർത്ഥിക്കില്ലാത്തവരാണ്. ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ല. ഞാൻ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഇന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഞാൻ ഹൃദയത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെനിക്ക് അച്ചട്ടായിട്ട് ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഇവിടെ നിൽക്കുന്നത് വരെ ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ചരിത്ര പുസ്തകം എഴുതിയിട്ടില്ല. ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് എനിക്കൊരു കാര്യം അറിയാം. എൻ്റെ ദൈവമേ ഒരു പ്രാവശ്യം വിളിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാനത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതുമല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിലെ ഏതവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും പ്രാർത്ഥന മാത്രം മതി. പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയും ഈ ലോകത്തിലില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അതിനൊരു ഉദാഹരണം പറയാം. ഈശോയിൽ കാണുന്ന ഒറ്റ പ്രത്യേകതയുള്ളൂ. എന്താ പ്രത്യേകത? ഈശോയിൽ കാണുന്ന പ്രത്യേകത പ്രാർത്ഥിക്കുന്ന പ്രത്യേകത. ഹല്ലേലൂയ. ഈശോ പ്രാർത്ഥിച്ചായിരുന്നോ ഇല്ലയോ? ബൈബിൾ മുഴുവൻ പരിശോധിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. പ്രാർത്ഥന കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഈശോ പോലും പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന സാധാരണ മനുഷ്യരായ നമ്മൾ എന്തേരം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോ പോലും പ്രാർത്ഥിച്ചു.
അപ്പം നമുക്കും പ്രാർത്ഥന വേണം. ഹല്ലേലൂയ. പ്രാർത്ഥന വേണോ വേണ്ടയോ? പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത ശ്രദ്ധിച്ചോ? ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഉറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാ? വിഷയം എന്നാ? വേണ്ട, പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോഴേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വായിക്കോട്ടെ വരും. എന്ത് വരും എന്നാന്നറിയത്തില്ല, ഭയങ്കര ചൊറിച്ചിലും. നമുക്കിഷ്ടമില്ലാത്തോണ്ടല്ല, നമുക്കെന്തോ ഒരു വയ്യ, അത് വേണ്ടെന്നാണ് നമ്മുടെ അഭിപ്രായം. പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ നമ്മുടെ ഫോൺ എൻ്റെ അടുത്തില്ല, ഫോൺ എടുത്ത് സൈലൻ്റായിട്ട് ഇവിടെ വെക്കണം. സൈലൻ്റായിട്ട് അരമണിക്കൂർ ഞാൻ ഫോൺ എടുക്കില്ല, പ്രാർത്ഥനയാണ്. പക്ഷെ എൻ്റെ കണ്ണടയ്ക്കരുത്. നോക്കിക്കോ, വിളിക്കാത്തവർ മുഴുവൻ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഈ അരമണിക്കൂറിലായിരിക്കും. ജസ്റ്റ് പരീക്ഷണം വേണം നടത്തി നോക്കി. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയമ്പോൾ മൊബൈൽ എടുത്ത് കാണാൻ പാകത്തിന് വെക്കുക. ഇതേ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചങ്ങായി വിളിക്കും. ഇവൻ 10 വർഷമായിട്ട് വിളിച്ചിട്ടില്ല. ഇവൻ എന്നാ കാണിക്കാനാവും വിളിക്കുന്നത്? ഇവൻ വിളിക്കുക. ജമ്മു കാശ്മീരിൽ നിന്ന് ചിറ്റപ്പൻ മെസ്സേജ് വിട്ടിരിക്കുന്നു, സുഖമാണോടാന്ന്. ഇന്ന് വരെ അയാൾ സുഖമാണെന്ന് അന്വേഷിച്ചിട്ടില്ല. പ്രാർത്ഥനാ സമയത്തെ ചിറ്റപ്പൻ അന്വേഷിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ വിളിക്കാത്തവർ മുഴുവൻ നമ്മളെ വിളിക്കും നമ്മുടെ പ്രാർത്ഥനാ സമയത്ത്. കാരണം എന്നറിയോ? പ്രാർത്ഥനാ സമയത്താണ് നമുക്ക് ഭയങ്കര അസ്വസ്ഥത, പറ്റത്തില്ല. ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിക്ക വീട്ടിലും പ്രാർത്ഥനകളെ ആ സമയത്ത് ഒരു വഴക്കുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? 7:30 ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ 7:20 ആകുമ്പം ചിലപ്പോൾ കുപ്പിയുടെ അടപ്പ് കണ്ടില്ലെന്ന് പറഞ്ഞ് അവിടെ ഭൂകമ്പം ഉണ്ടാവും. കുപ്പിയുടെ അടപ്പ് കണ്ടില്ല, എവിടെയോ കുപ്പിയുടെ അടപ്പ്. കുപ്പിയുടെ അടപ്പിൻ്റെ പേരിൽ 8 മണി വരെ ഇന്റർനാഷണൽ വഴക്കായിരിക്കും. ചെറിയൊരു കാര്യമുള്ള പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ? ഇല്ല, കുഞ്ഞു കാര്യത്തിന് വലിയ വഴക്കുണ്ടാവും. 7:30 പ്രാർത്ഥനയാണെങ്കിൽ 7:20. ശ്രദ്ധിച്ചു നോക്കൂ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് പെട്ടെന്ന് അത് നടക്കത്തില്ല ആഗ്രഹിക്കുന്ന പോലെ. ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ്. ഹല്ലേലൂയ. പേടിക്കൊന്നും വേണ്ട. ഇതൊക്കെ നമുക്കൊരു നല്ലതിനാണ്. ശ്രദ്ധിച്ചു, നല്ലതിനാ ഇത്. ഞാനിങ്ങനെ ചിന്തിക്കും, ഒരു മനുഷ്യൻ പറയാണ്, അച്ചോ എൻ്റെ വീട്ടിൽ 20 വർഷത്തോളമായിട്ട് പ്രാർത്ഥനയില്ല. എന്നാ കാരണം അറിയോ? ആ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ടു, ഗർഭിണിയായിട്ട് കൊണ്ടുവന്നു. പ്രസവിച്ചു കഴിഞ്ഞ് ആ കൊച്ചിനെ ഈ മകൾ അടിച്ചു. അപ്പോൾ അത് ഇവളുടെ അപ്പന് ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞ് പായി ചുരുട്ടി എറിഞ്ഞ് വേദപുസ്തകം മാറ്റിയിട്ട് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടെന്ന് 20 വർഷം മുമ്പ് പറഞ്ഞതാണ്. കുഞ്ഞൊരു കാര്യത്തിന് മകൾ കൊച്ചിനെ അടിച്ചു എന്ന്. ആ സമയത്ത് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ആരും പ്രാർത്ഥിക്കേണ്ടെന്ന് അയാൾ നിർത്തി. അന്ന് തൊട്ട് 20 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. എന്നിട്ട് ഇയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം, 20 വർഷം പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് 21ാമത്തെ വർഷത്തിലാ ശരിക്കും പിടികിട്ടിയെന്ന് പറയും. അത് ഭയങ്കര കറക്റ്റാണ്. 20 വർഷം പ്രാർത്ഥിക്കാത്തതിൻ്റെ കുറവ് ആ മനുഷ്യന് വീട്ടിൽ പിടികിട്ടിയപ്പം 21 വർഷം എടുത്തു. ഇവിടെ ഇരിക്കുന്ന പലർക്കും പ്രാർത്ഥിച്ചില്ലേലും നേരം വിളിക്കില്ലെന്ന് ചോദിക്കും, പ്രാർത്ഥിച്ചില്ലേലും ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. എന്നാൽ ശ്രദ്ധിച്ചോ, പ്രാർത്ഥിച്ചില്ലെങ്കിലുള്ള കുറവ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾക്ക് പിടികിട്ടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രാർത്ഥനയുടെ കുറവ്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തന്നതാ. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു തന്നതാ. നിങ്ങളാണ് ചോദിക്കുമോ? ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുവാണ്, കർത്താവേ ഞങ്ങൾ എന്ത് പഠിപ്പിക്കണം? ഞാൻ ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കുമോ? നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾ ചോദിക്കും, MBBS കിട്ടാൻ കർത്താവേ കിട്ടണം, കടം മാറണം, വരുമാനം മാർഗം വർദ്ധിക്കണം. നമ്മൾ പലതും ചോദിക്കും. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമെന്ന് ചോദിക്കുകയോ? ഞാൻ ചോദിക്കാല, നിങ്ങളെ കുറ്റം പറയുന്നില്ല, ഞാൻ ചോദിക്കാല. ഞാനാണ് 2020 വർഷം മുമ്പ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനെങ്കിൽ ഞാൻ ഈശോയോട് എങ്ങനെയേലും ചോദിച്ചേനേയും, കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ട, 5 അപ്പം 5000 പേർക്ക് കൊടുക്കാൻ പഠിപ്പിക്കാവെന്ന് ചോദിച്ചു. ആ ഒരൊറ്റ കാര്യമുണ്ട്, എന്നെ പിടിച്ചാൽ കിട്ടിയല്ല. ഈശോയ്ക്ക് 5000 അപ്പം ഉണ്ടാക്കാൻ എത്ര കിലോ അരി വേണം? ഏകദേശം 1 കിലോ അരി, 5 അപ്പത്തിൻ്റെ അരി മതി. ഗ്യാസ് വേണ്ട, അരി പൊടിപ്പിക്കണ്ട,
ദോശക്കല്ല് വേണ്ട, ചട്ടുകം വേണ്ട, നേരത്തെ എഴുന്നേക്കണ്ട, ആകെ 5 അപ്പം. ആ ടെക്നിക്ക് ഞാൻ എങ്ങനെയേലും പുറകെ നടന്ന് സോപ്പിട്ട് ഞാൻ കടലാസിൽ എഴുതി മേടിച്ച് അത് വെച്ചൊരു കച്ചവടം നടത്തി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അപ്പത്തിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഞാൻ നടത്തിയത്. ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് 5 അപ്പം കൊണ്ട് 5000 പേർക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ചാൽ പോലും കിട്ടില്ല, അത്ര പൈസക്കാരനായി പോയാൽ നിങ്ങൾ. ഈ മണ്ടന്മാരായ ശിഷ്യന്മാരെന്നാ ചോദിക്കാഞ്ഞേ? കർത്താവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാൽ മതി, 5 അപ്പം അരിയില്ലാണ്ട് അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ലല്ലോ, ഗ്യാസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറഞ്ഞില്ല. ഞാനാണ് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യരെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേനേം, കർത്താവേ എന്നെ വേറൊന്നും പഠിപ്പിക്കണ്ട, എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാനെന്ന് പഠിപ്പിച്ചാൽ മതി, ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ. ഈശോയ്ക്ക് ആ കഴിവുണ്ടായിരുന്നു. ഏത്? ശരീരം മുഴുവൻ പുഴുവായിട്ടിരിക്കുന്ന ഒരുത്തനെ ഒരു പുഴുവില്ലാണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഇതെനിക്കറിയാമെങ്കിലോ ജയലളിത വരെ ഇവിടെ വന്നേനെ. മരിച്ചുപോയി, എന്നാലും വരും. പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായ ആൾക്കാർ വരെ എന്നെ കാണാൻ വന്നേനെ. എന്തിന്? മരിച്ചവരെ ഉയർപ്പിക്കാനൊരു ടെക്നിക്ക് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ പറയും ഒരാളെ മരിച്ചവരെ ഉയർപ്പിക്കാൻ 2 കോടി രൂപ നിങ്ങൾക്ക് ഇവിടെ വെച്ചോളാൻ പറയും. പറയുന്ന പൈസ തരും എനിക്ക്. ഈ മണ്ടന്മാരായ ശിഷ്യന്മാരെന്നാ ചോദിക്കാഞ്ഞത്? മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒന്ന് പഠിപ്പിക്കുക, അയാളെ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. അവൻ പോട്ടെ, പറഞ്ഞില്ല. ഇനി ഞാനാണ് യേശു ക്രിസ്തു ശിഷ്യനെങ്കിൽ ഞാനിങ്ങനെ ചോദിച്ചേനെ, കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കുകയൊന്നും വേണ്ട, ഈ അന്ധന്മാരെ സുഖപ്പെടുത്ത ടെക്നിക്കൊന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഓപ്പറേഷൻ വേണ്ട, BP പ്രശ്നമല്ല, ഷുഗർ നോ പ്രോബ്ലം. ഇന്നൊരു കണ്ണാശുപത്രി പോയി നോക്കിക്കുക, ഡോക്ടർമാർ നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ടെസ്റ്റ് ചെയ്തിട്ട് വാ. നിങ്ങളുടെ കണ്ണെനിക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങളതുകൊണ്ട് വേറൊരു എക്സ്റേ എടുക്കേണ്ട കാര്യമുണ്ട്. 100 പ്രാവശ്യം നമ്മളെ ഓടിക്കും. ഇത് എക്സ്റേയും വേണ്ട, BP പ്രശ്നമല്ല, ഷുഗർ പ്രശ്നമല്ല, കീറണ്ട, മുറിക്കണ്ട, ചിലവില്ലാത്ത 2 കാര്യങ്ങൾ ഉപയോഗിച്ചുള്ളൂ. ഇച്ചിരി ചെളി, ഇച്ചിരി തുപ്പലും. 25 പൈസ ചിലവില്ല. ഇച്ചിരി ചെളി ഉണ്ടാക്കി തൂത്ത് വിട്ടു പോകോളാൻ പറഞ്ഞു. ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിലോ എല്ലാ കണ്ണാശുപത്രിയും പൂട്ടിപ്പോയത്. കണ്ണ് ഡോക്ടർമാർ എന്നെ ബോംബിട്ട് കൊന്നു കളഞ്ഞു. ഇവർക്ക് പിടിച്ചിരിക്കാൻ പറ്റണ്ടേ? ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചത്, ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത്? കർത്താവേ, ഞങ്ങളെ ഈ കണ്ണിന് കാഴ്ച തരം ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ, അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ, മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കണം. അതൊന്നും പഠിപ്പിക്കാൻ ചോദിക്കാതെ എന്നെ ചോദിച്ചിട്ടുള്ളൂ പ്രാർത്ഥിക്കുക. അപ്പൊ ഏറ്റവും വിലയുള്ള ഒരു കാര്യമാണ് എന്ത്? പ്രാർത്ഥന. പറഞ്ഞേ ഹല്ലേലൂയ.